ഫ്രണ്ട്സ്, അങ്ങനെ കുറേ നാളിന് ശേഷം നല്ല പിടയ്ക്കണ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും നല്ല അസല നെയ്മത്തി. അപ്പം മത്തി ഞങ്ങളുടെ വീട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ റെസിപ്പി ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അത് 2 പാർട്ടായിട്ടാണ് ഇടുന്നത്, പാർട്ട് 1 പാർട്ട് 2. അപ്പോൾ കാണാൻ മറക്കണ്ടേ. ഞാൻ മത്തി ഇട്ട് ആട്ടി ആട്ടി വെള്ളമൊക്കെ തറയിൽ ചാട്ടി ഞാൻ എന്ത് ചെയ്താലും ഇരട്ടി പണി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നമ്മൾ മത്തി വെള്ളത്തിലേക്ക് ഇടാൻ നോക്കുന്ന സംഭവം ഫ്ലോപ്പായി പോയി, മത്തി ചാടി താഴെ പോയി. എന്നാലും ഞങ്ങളത് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്, കളയണമെന്നില്ല, നല്ല തറ തന്നെ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. ഇന്നത്തെ മത്തിക്ക് വേറൊരു സ്പെഷ്യലും കൂടി ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ നിറയെ പരുള്ള മത്തിയാണ്. പിന്നെ ഇതേപോലെ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറിഞ്ഞിക്കാണ് അതിൻ്റെ തലയും വാലും ഒക്കെ പോണത്. എടുത്തുകൊണ്ട് ഓടണം എങ്ങോട്ടേക്കെന്ന് വെച്ചാൽ അതിനൊരു കുഞ്ഞായും കൂടി ഉണ്ടാക്കണം അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ മത്തി അങ്ങനെയുള്ള സാധനങ്ങൾ മീനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പച്ചമുളക് പഴുക്കാൻ വേണ്ടിയിട്ട് നിർത്തിക്കും കേട്ടോ. അത് അരച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക കളർ കിട്ടും, നല്ല ചുമന്ന കളർ കേട്ടോ. അപ്പം ഈ അരപ്പരച്ചെടുക്കുക. അതിന് നമ്മുടെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പഴുത്ത പച്ചമുളക് കേട്ടോ, ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ തക്കാളിക്കാൻ കൂടി പുളിപ്പിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ എന്താണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കാവേ. പിന്നെ നമുക്ക് കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതേപോലെ തന്നെ നമ്മൾ കറിവേപ്പിലയും ചെറിയുള്ളിയിൽ ഇതേപോലെ നീളത്തിന് കുരുവിനാന്നരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കണ അരപ്പില്ലേ, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഇല്ല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് അതിനൊന്ന് മൂപ്പിച്ച് മീൻസ് വരട്ടിയെടുക്കണുണ്ട്. ആ ഒരു മസാല കുത്തലൊക്കെ പോകുന്നവരെ. പിന്നെ നല്ല പുളി ഒഴിക്കണം. പുളി കുറച്ചേ ഒഴിക്കണുള്ളൂ, കാരണം നേരത്തെ നമ്മൾ നല്ല പുളിപ്പുള്ള തക്കാളിക്ക് കേട്ടോ അരച്ചത്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് മറ്റേ ചെറുചൂട് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ മത്തിച്ചേട്ടന്മാർ, ക്ലീൻ ചെയ്തെടുത്ത മത്തിച്ചേട്ടന്മാരെയും കൂടി അങ്ങോട്ടേക്ക് വച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് 1 ഫിസിൽ കേൾക്കുമ്പോഴത്തേക്ക് ഇത് അടപ്പ് തുറന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് കേട്ടോ അത്. എന്തോ ഭംഗി നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കഴിക്കാനാണെങ്കിൽ പറയേ വേണ്ട, ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാം, പുട്ടിൻ്റെ കൂടെ വരെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മത്തി ഭയങ്കര ടേസ്റ്റുള്ള മത്തിയാണ്, നല്ല സോഫ്റ്റായിട്ട്. ഇതിങ്ങനെ അങ്ങോട്ട് ചോറിൽ കുഴച്ചിട്ട് കഴിച്ചു നോക്കണം മക്കളെ. മറ്റേ സ്വർഗ്ലോകം നമ്മൾ കാണാം, അമ്മാതിരി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കുട്ടാപ്പിയാണ് കഴിച്ചു നോക്കുന്നത്. ഓന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് ചോദിച്ചു നോക്കാവേ. അവന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അച്ചാറാണ് അവന് കൂടുതൽ ഇഷ്ടപ്പെട്ട. അപ്പോൾ ഇന്നത്തെ വിശേഷം